വചനമൊഴി മെയ് 9. വചനഭാഗം റോമ 15:1-6, ലൂക്കായുടെ സുവിശേഷം 6:6-11. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. മറ്റൊരു സാബത്തിൽ ഈശോ സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിക്കുകയായിരുന്നു. അവിടെ വലത്തുകൈ ശോഷിച്ച ഒരുവനുണ്ടായിരുന്നു. നിയമജ്ഞരും ഫരീസേരും അവനിൽ കുറ്റമാരോപിക്കാൻ പഴുതു നോക്കി സാബത്തിൽ സുഖപ്പെടുത്തുമോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവൻ അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കിയിട്ട് കൈ ശോഷിച്ചവനോട് പറഞ്ഞു, എഴുന്നേറ്റ് നടുക്കു നിൽക്കുക. അവൻ എഴുന്നേറ്റ് നിന്നു. ഈശോ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, സാബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് അനുവദനീയം? അവൻ ചുറ്റുമുള്ളവരെയെല്ലാം നോക്കിക്കൊണ്ട് അവനോട് പറഞ്ഞു, നിന്റെ കൈ നീട്ടുക. അവൻ അങ്ങനെ ചെയ്തു. അവന്റെ കൈ സുഖപ്പെട്ടു. അവർ രോഷം പൂണ്ട് ഈശോയെ എന്താണ് ചെയ്യേണ്ടതെന്ന് പരസ്പരം ആലോചിച്ചു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈശോ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൈ ശോഷിച്ച ഒരു മനുഷ്യൻ അവിടെ സന്നിഹിതനായിരിക്കുന്നു. എല്ലാവരും കൈ ശോഷിച്ചവനിലേക്ക് നോക്കുന്നു. നിയമജ്ഞരും ഫരീസേയരുമെല്ലാം കൈ ശോഷിച്ചവനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. അവരുടെ ലക്ഷ്യം കുറ്റമാരോപിക്കുകയാണ്. ഈശോയിൽ കുറ്റമാരോപിക്കുക. കൈ ശോഷിച്ചവനെ ഈശോ സൗഖ്യപ്പെടുത്തിയാൽ സാബത്ത് ലംഘനമാകും. അതിൻ്റെ പേരിൽ ഈശോയിൽ കുറ്റമാരോപിക്കാം. ഈശോയും കൈ ശോഷിച്ചവനെ നോക്കുന്നുണ്ട്. ഈശോ കൈ ശോഷിച്ചവനെ നോക്കുന്നത് എങ്ങനെ അവനെ സഹായിക്കാം. സാബത്താണെങ്കിലും നന്മ ചെയ്തുകൊണ്ട് അവനെ സഹായിച്ച് അവൻ്റെ ശോഷിച്ച കൈ സൗഖ്യം നൽകുക. തന്നെ വിമർശിക്കാൻ, തൻ്റെ മേൽ കുറ്റമാരോപിക്കാൻ പദ്ധതിയിട്ട് തൻ്റെ ചുറ്റും നിൽക്കുന്നവരോട് ഈശോ ചോദിക്കുകയാണ്, സാബത്തിൽ നന്മ ചെയ്യുന്നത് അനുവദനീയമാണോ? ജീവൻ നശിപ്പിക്കുന്നതാണോ ജീവൻ രക്ഷിക്കുന്നതാണോ നല്ലത്? തുടർന്ന് കൈ ശോഷിച്ച മനുഷ്യനോട് ഈശോ പറഞ്ഞു, നിന്റെ കൈ നീട്ടുക. ഈശോ കൈ ശോഷിച്ച മനുഷ്യന് സൗഖ്യം നൽകിക്കൊണ്ട് സാബത്ത് നന്മ ചെയ്യുന്നതിനുള്ളതാണ്, ജീവൻ സംരക്ഷിക്കുന്നതിനുള്ളതാണ്. സാബത്തിൻ്റെ നിയമം ദൈവീകമായ പ്രവൃത്തികൾ, പുണ്യപ്രവൃത്തികൾ, നന്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ് എന്ന പാഠമാണ് ഈശോ നൽകുന്നത്. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.